അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഇവിടെ 2 സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാള ഇതുപോലെ ഓരോന്നായിട്ട് കൈവച്ചിട്ട് ഓരോന്നായിട്ട് വിട്ട് കിട്ടണം. കൈവച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കനം കുറച്ചിട്ട് വേണം ഈ സവാള അരിഞ്ഞെടുക്കാൻ. ഓരോന്നായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. റവ ഞാനിപ്പോൾ ഈ ഒരു ബൗളിൻ്റെ അളവിനാണ് എടുക്കുന്നത്. ചെറിയ ബൗളിലാണ് റവ എടുക്കുന്നത്. ഏത് കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ വെള്ളമൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് 3 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ തരിയുള്ള റവ നോക്കി എടുക്കുക. വലിയ തരിയുള്ള റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ ചെറിയ തരിയുള്ള റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി റവ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കൈവച്ചിട്ട് ഞെരടിയെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് തൈര് എടുക്കുക. ഞാൻ ഈ ഒരു ബൗളിൻ്റെ അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. അതേ ബൗളിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഈ ബൗളിൻ്റെ അളവിൽ തന്നെ 2 ബൗൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. റവ എല്ലാം ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയാവില്ല, കുറച്ചൊന്ന് കട്ടിയാവേ ഉള്ളൂ. ഇനി റവ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ റവ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് ചിരകി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നിലക്കടലയാണ്. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊട്ടുകടലയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം 3 വെളുത്തുള്ളി അല്ലികളും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ലൂസായി പോകണ്ട. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കടുക് താളിച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചട്നി ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ, ഇഡ്ഡലി, ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നമ്മുടെ ചട്നി ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ റവ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം മതിയാവും. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യുക. പച്ചമുളകിന് പകരമായിട്ട് ചതച്ച മുളക്, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. നല്ല ജീരകം 1 ടീസ്പൂൺ ചേർക്കാം. ചെറിയ ജീരകം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈവച്ച് കുഴച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് റവ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ. നേരത്തെ കുറച്ച് ലൂസായിട്ടല്ലേ ഇരുന്നത്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ഇതുപോലെ ഒന്ന് എടുക്കുക, മിക്സ് എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇത് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ തടവി ഇതായി എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത മിക്സ് വെച്ച് കൊടുക്കാം.
കയ്യിൽ വെള്ളം നനച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. പക്ഷെ വെള്ളം നനയ്ക്കുക, എന്നിട്ട് പരത്തിയെടുക്കാം. നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ബട്ടർ പേപ്പറിന് പകരമായിട്ട് നമുക്ക് വാഴയില വേണമെങ്കിലും എടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കാം. സൈഡൊക്കെ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കനം കുറയ്ക്കണ്ട, ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കുക. അരിയും ഉഴുന്നും തലേദിവസം കുതിർക്കാൻ മറന്നുപോയ സമയത്തൊക്കെ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് റവയും സവാളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി വാഴയിലും കൂടെ, വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലിൽ വേണമെങ്കിലും പരത്താം. മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് പരത്തിയെടുക്കുക. അതാ കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇനി നമ്മൾ പരത്തിയെടുത്തത് ചൂടായി കിടക്കുന്ന ഒരു തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഈ ബട്ടർ പേപ്പർ മെല്ലെ ഒന്ന് ഇളക്കി മാറ്റാം. ബട്ടർ പേപ്പർ മെല്ലെ ഒന്ന് ഇളക്കി മാറ്റാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വശം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചിട്ടെടുക്കുക. ഈ വശം റെഡിയായി കിട്ടിയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് വശവും ദാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ബാക്കിയിരിക്കുന്നത് നമുക്ക് ചുട്ടിട്ടെടുക്കാം. രണ്ട് സൈഡും ദാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ അവിടെ ആയിട്ട് ഗോൾഡൻ നിറം ആവണം. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ റവ വെച്ചിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. കൂടെ കഴിക്കാൻ പറ്റിയ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. ഇനി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്